കോഴിക്കോട് ഉള്ള സനാതന ധർമാവലംബികളെ സംബന്ധിച്ച് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. സനാതന ധർമ്മ പരിഷത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. നമ്മളിവിടെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഏറെക്കുറെ എല്ലാ ആധ്യാത്മിക, സാംസ്കാരിക, യൗകിക, വൈദിക പ്രസ്ഥാനങ്ങളും ഒത്തുചേർന്ന് 2007-08 കാലഘട്ടത്തിൽ ആലോചിച്ച് 2009 സനാതന ധർമ്മ പരിഷത്തിന് രൂപം കൊടുക്കുകയും വിവിധ കാര്യപരിപാടികൾ, എത്രയോ മഹാപുരുഷന്മാർ ഈ കോഴിക്കോട് വരികയും അനുഗ്രഹിക്കുകയും വലിയൊരു ഉത്കർഷം തദ്ഹേതുവായിട്ട് ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രതിവർഷം അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മൈതാനത്ത് തന്നെ 5 ദിവസം 7 ദിവസം നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികൾ, അതുപോലെ പല ഹാളുകളിലായിട്ട് പല വർഷവും ചിന്മയ മിഷനിലായിരുന്നു പകൽ സെമിനാറുകൾ എല്ലാം നടക്കുകയുണ്ടായിട്ടുണ്ട്. 1-2 വർഷം ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്തായിരുന്നു. ഏതോ ചില വർഷങ്ങളിൽ കൽപ്പക ടൂറിസ്റ്റ് ഹോമിലായിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്. പിന്നീട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മഹാഭാരതം എന്ന പേരിൽ ഏകദേശം 2 ലക്ഷത്തിനടുത്ത് സജ്ജനങ്ങൾ പങ്കെടുത്ത വലിയൊരു മേളനമുണ്ടായി. പിന്നീട് 2019 ഹൈന്ദവം എന്ന പേരിൽ വലിയൊരു മേളനമുണ്ടായി. അതിനുശേഷം പിന്നെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരംഭം മുതൽ പ്രവർത്തിച്ച നമ്മുടെയൊക്കെ അങ്ങേയറ്റം പ്രിയങ്കരനായിരുന്ന ശ്രീ പട്ടേൽ പ്രഭാകരൻജി, അദ്ദേഹം ശരീരം ശാന്തമാവുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് ആശ്രമത്തിൽ വന്ന സമയത്ത് ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, അല്ല നമുക്ക് പരിഷത്തൊക്കെ വേണ്ടേ? നമ്മൾ രണ്ടാളും അതിൻ്റെ സ്ഥിരം ചെയർമാനും ജനറൽ സെക്രട്ടറിയും അല്ലേ? അപ്പം അതേ പറയും, നിങ്ങൾ എന്തായാലും നടത്തണം, ഞാനൊന്നും ഉണ്ടാവില്ല കൂട്ടത്തിൽ, ഞാനൊക്കെ മുകളിൽ നിന്ന് എല്ലാം നോക്കും, എന്തെങ്കിലും വേണ്ടാതീരം കളിച്ചാൽ അപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് പിരിഞ്ഞതായിരുന്നു. ഏതായാലും ഈ ഇരിക്കുന്ന സജ്ജനങ്ങൾ ആലോചിക്കുക, ഇവിടെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെന്നറിയാം, വിവിധ ക്ഷേത്രങ്ങളുടെ പ്രവർത്തകരുണ്ടെന്നറിയാം, വിവിധ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെന്നറിയാം, ആശ്രമങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെന്നറിയാം. എല്ലാവരും ഒത്തുചേർന്ന് എങ്ങനെയെങ്കിലും ആ പരിഷത്തിനൊരു പുനരുജ്ജീവനം നൽകിയാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ കേരളത്തിലും കോഴിക്കോടും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ശ്രേഷ്ഠമായി പ്രവർത്തിക്കുന്നുണ്ട്. വേദപ്രചാരകന്മാരുണ്ട്, യോഗ പ്രചാരകന്മാരുണ്ട്, വേദാന്ത പ്രചാരകരുണ്ട്, പല പല മേഖലകളിൽ എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ആരും മോശമല്ല. പക്ഷേ ഒത്തുചേർന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ അത് നൽകുന്നൊരു സന്ദേശം വേറെയാണ്. അതുപോലെ എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളും എല്ലാം ഒത്തുചേർന്നിരുന്നു. പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികൾ ഈ മൈതാനത്ത് തന്നെ അതിൽ പങ്കെടുത്ത് തിരിച്ചു പോയ ശേഷം സ്വാമിജിയുടെ ശരീരം ശാന്തമാവുന്നതിൻ്റെ അടുത്ത് വരെ എന്തായത്, എന്തൊക്കെയാണ് കാര്യപരിപാടികൾ എന്ന് വളരെ സ്നേഹപൂർവ്വം അന്വേഷിക്കാറുണ്ടായിരുന്നു. വളരെ ശ്രേഷ്ഠമായ കാര്യപരിപാടിയാണെന്ന്. അപ്പം നമ്മുടെ ഇച്ഛ നല്ലപോലെ ഉണരട്ടെ, എന്നാൽ അതിൽ നിന്ന് അതിൻ്റെ ഒരു സാഫല്യം ഉണ്ടാവും എന്ന് മാത്രമേ പറയാനുള്ളൂ.